ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 160. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 2 സൂക്തം 12 ആണ്. ഇത് പാമ്പിൻ്റെ വിഷമേറ്റാലുള്ള കാര്യങ്ങൾ പറയുകയാണ്. പാമ്പിൻ്റെ വിഷമേറ്റാൽ എന്താണ് സംഭവിക്കുന്നത്, അത് പിന്നെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ള ചികിത്സിക്കേണ്ട പ്രാധാന്യമെല്ലാമാണ് പറയുന്നത്. അല്ലാതെ ചികിത്സയിലേക്ക് കടക്കുന്നൊന്നും ഇല്ല. അതുകൊണ്ട് ഇനിയുള്ള സൂക്തങ്ങളെല്ലാം തന്നെ ഇത്തരം ചില ചികിത്സകളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്ക് ആ സൂക്തത്തിലേക്കൊന്ന് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 2 സൂക്തം 12. ഋഷി ഗരുത്മാൻ. ദേവത വേഷവിവാരണം. ഛന്ദസ് അനുഷ്ടുപ്പ്. പരിദ്യാമിവ സൂര്യാഹീനാം ജനിവാഗമം രാത്രോ ജഗതി വാന്യധംസാത് തേനാതേ വാരയേ വിഷം യത് ബ്രഹ്മഭിയദൃഷിഭിയട് ദേവവിന്ദിതപുരാ യത് ഭുവ ഭവ്യമാസന്വാത് തേന പാരയേ വിഷം മധ്വാ പ്രിഞ്ചേനഭ്യഃ പർവ്വതാഗിരയാ മധു മധുപുരുഷ്ണി ശീപാല ശമാസ്നേ അസ്തു ഹൃദയ. ഭാവാർത്ഥം: സൂര്യൻ അന്തരീക്ഷത്തില് വ്യാപിക്കുന്ന പോലെയും രാത്രിയെ അന്ധകാരം മൂടുന്ന പോലെയും ഞാൻ എല്ലാ സർപ്പങ്ങളെയും കീഴടക്കുന്നു. ശരീരത്തിൽ വ്യാപിച്ച വിഷത്തെ ഔഷധത്താൽ ഇല്ലാതാക്കുന്നു. ഇന്ദ്രൻ, മറ്റു ദേവതകൾ, അഗസ്ത്യൻ, വസിഷ്ഠൻ മുതലായവർക്ക് അറിവുള്ളതുപോലെ ബ്രാഹ്മണന് മന്ത്ര അർത്ഥം അറിയുന്നത് പോലെ ഭൂതം, ഭാവി, വർത്തമാനകാലത്തെ വിഷത്തെ ഞാൻ ഇല്ലാതാക്കും. ഇവിടെ സൂര്യൻ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നത് പോലെ ഇതെല്ലായിടത്തും വ്യാപിക്കും, നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ചില രോഗങ്ങൾ ചില സ്ഥലത്തല്ലായിട്ടാണല്ലോ, പക്ഷെ ഇതങ്ങനെയല്ല. കാരണം വിഷം രക്തത്തിൽ കിടന്ന ഈ രക്തം എന്താവും, ശരീരം മുഴുവൻ വ്യാപിക്കും. ആ തരത്തിലാണ് ഇവിടെ പറയുന്നത്. അത് ശരീരം മുഴുവൻ വ്യാപിക്കും സർപ്പവിഷം. പിന്നെ എങ്ങനെ, രാത്രി അന്ധകാരം മൂടുന്ന പോലെയും, രണ്ടും എല്ലായിടവും വ്യാപിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് രക്തത്തിലോട്ട് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്ക് എത്തും. അതിന് എന്ത് ചെയ്യാണ്, ഞാൻ എല്ലാ സർപ്പങ്ങളെയും കീഴടക്കുന്നു. അപ്പോൾ സർപ്പങ്ങളെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ സർപ്പത്തിൻ്റെ വിഷം ശരീരം മുഴുവൻ വ്യാപിക്കുമ്പോൾ അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ നമ്മൾ സർപ്പത്തെ തന്നെയാണ് കീഴടക്കുന്നത്. പിന്നെ സർപ്പം നമുക്കൊരു പ്രശ്നമല്ല. എങ്ങനെ, അങ്ങനെ വ്യാപിക്കുന്ന ആ വിഷത്തെ നമുക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ പിന്നെ ആ സർപ്പത്തെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശരീരത്തിൽ വ്യാപിച്ച വിഷത്തെ ഔഷധത്താൽ ഇല്ലാതാക്കുന്നു. എങ്ങനെയാണത് ഇല്ലാതാക്കുന്നത്? മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഔഷധം ഈ ശരീരം മുഴുവൻ വ്യാപിച്ച ആ വിഷത്തെ നിർവീര്യമാക്കും. അപ്പം ആ വിഷത്തെ നിർവീര്യമാക്കാനുള്ള മരുന്നാണ് കഴിക്കേണ്ടത്. എങ്ങനെയാണെന്ന് ഇന്ദ്രൻ, മറ്റു ദേവതകൾ, അഗസ്ത്യൻ, വസിഷ്ഠൻ മുതലായവർക്ക് അറിവുള്ളതുപോലെ. അപ്പോൾ ഇത് ചികിത്സിക്കാനുള്ള വഴികൾ ആർക്കെല്ലാം അറിയാം? ഇന്ദ്രനറിയാം. കാരണം എല്ലായിടവും എന്ത് കർമ്മം നടക്കുന്നുണ്ടെങ്കിലും, ഇപ്പം മരുന്ന് ഉപയോഗിച്ച് വിഷത്തെ ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അതിനെ ഇല്ലാതാക്കുന്നത്, അതിൽ പങ്കെടുക്കുന്നത് ഇന്ദ്രനാണ്. അപ്പം നമ്മൾ മരുന്ന് ഇന്ദ്രനാണ് നൽകുന്നത്. ഇന്ദ്രനാണ് ആ മരുന്നെടുത്തിട്ട് ആ രോഗത്തെ, ആ വിഷത്തെ
നിർവീര്യമാക്കുന്നത്. അപ്പം ഇന്ദ്രൻ ആരാണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. ഏത് കർമ്മത്തിൻ്റെ പിന്നിലും നമ്മൾ എന്ത് മരുന്ന് പ്രയോഗിക്കുമ്പോഴും അവിടെ ഇടപെട്ട് അതിനെ ആ രാസപ്രവർത്തനം നടത്തുന്നതിൽ സഹായിച്ച് അതിനെ ഇല്ലാതാക്കുന്ന ശക്തിവിശേഷമാണ്. മറ്റ് ദേവതകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും അതിനുമായിട്ട് എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആ വിഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നിൻ്റെ സഹായത്താലും മറ്റു ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ കൊടുക്കുന്ന മരുന്നടക്കം ദേവതകളാണ്. അപ്പോൾ വിഷത്തെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള പ്രവൃത്തിയിൽ പലവരും ഇൻവോൾവ് ആകുന്നുണ്ട്, ഇന്ദ്രൻ മാത്രമല്ല. അഗസ്ത്യൻ എന്ന് പറയുമ്പോൾ അഗസ്ത്യ മഹർഷിയാണ്, വസിഷ്ഠൻ, അവരെല്ലാം മൂലാവർക്കെല്ലാം ഈ വിഷത്തെ ഇല്ലാതാക്കാനുള്ള മരുന്നിനെ പറ്റിയും ഈ ചികിത്സയെ പറ്റിയും എല്ലാം അറിയാമെന്ന് പറയുകയാണ്. ഇന്ദ്രനെ പറയാതെ ഈ കർമ്മത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിക്കെല്ലാം അറിയാലോ, മറ്റു ദേവതകളുണ്ടെങ്കിൽ. പിന്നെ അഗസ്ത്യനും അറിയാം, വസിഷ്ഠൻ മൂലവർക്ക് അറിയുന്നത് പോലെ. അപ്പം വേദങ്ങൾ എഴുതിയവരാണ് ഈ അഗസ്ത്യനും വസിഷ്ഠനും. അവരെല്ലാം ചികിത്സയിൽ പ്രാവീണ്യം നേടിയവരാണ്. അഗസ്ത്യൻ എന്നെല്ലാം ശരീരശാസ്ത്രവും ചികിത്സയും എല്ലാം ഡോക്ടർമാർ തന്നെയാണ്. ആ കാലത്തെ എല്ലാ അറിവുള്ള ഡോക്ടർമാർ തന്നെയാണ് ഈ അഗസ്ത്യനും വസിഷ്ഠനും എല്ലാം. അപ്പം മൂലാവർക്ക് അറിയുന്നത് പോലെ ബ്രാഹ്മണന് മന്ത്ര അർത്ഥം അറിയുന്നത് പോലെ, അതേപോലെ എന്തുണ്ട്, വേദങ്ങളിൽ അവർ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ചികിത്സിക്കേണ്ട രീതികളെല്ലാം വേദങ്ങളിൽ, ചികിത്സാ പുസ്തകങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതെന്ത് വേണം, വേദമന്ത്ര രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം വേദമന്ത്രങ്ങളുടെ അർത്ഥം അറിയുന്ന ബ്രാഹ്മണന്, അപ്പം പിന്നെ അറിയുന്നത് വേദമന്ത്രങ്ങളുടെ അർത്ഥം അറിയുന്ന ബ്രാഹ്മണനാണ്, അതറിയാം. അപ്പം അഗസ്ത്യനും വസിഷ്ഠനും എഴുതി വെച്ച കാര്യങ്ങളുടെ അർത്ഥം ആർക്കാണോ അറിയുന്നത്, വെറുതെ ഉരുവിട്ട കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. അതിൻ്റെ അർത്ഥം അറിയുന്ന ബ്രാഹ്മണനും അറിയുന്നത് പോലെ ഭൂതഭാവി വർത്തമാന കാലത്തെ വിഷത്തെ ഞാൻ ഇല്ലാതാക്കും. ഏത് കാലഘട്ടം, പാമ്പ് എല്ലാ കാലത്തിലും ഉണ്ടാകും, അത് കടിക്കുകയും ചെയ്യും. അപ്പം ഭൂതത്തിലും ഭാവിയിലും വർത്തമാനകാലത്തിലും എല്ലാ കാലത്തിലെയും വിഷം ഞാൻ ഇല്ലാതാക്കും എന്ന് പറയുകയാണ്. കാരണം ഇത് എല്ലാ കാലത്തുമുള്ള ഒരു മനുഷ്യരെ ദോഷം ചെയ്യുന്ന, മനുഷ്യരിൽ ഇപ്പം പാമ്പില്ലാത്ത കാലമില്ല. അപ്പം എല്ലാ കാലത്തിലും ഈ പ്രശ്നങ്ങൾ മനുഷ്യർക്കുണ്ട്. അപ്പോൾ അക്കാലത്തെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന രീതികളാണ് ഇതിൽ വിവരിച്ചു തന്നിരിക്കുന്നത്, വേദങ്ങളിൽ വിവരിച്ചു തന്നിരിക്കുന്നത്.